രാവിലെ സംസാരിക്കുന്ന സമയത്തും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരിക്കും ആ കുടുംബം എടുക്കാൻ പോകുന്ന, കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം എടുക്കാൻ പോകുന്ന തീരുമാനം. കാരണം അവരാണല്ലോ അതിലൊരു അവസാന തീരുമാനം പറയേണ്ടത്. ഈ ഒരു ദയാധനം വാങ്ങിക്കൊണ്ട് ഒരു മാപ്പിന് അവർ തയ്യാറാകുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഈ മതപണ്ഡിതന്മാർ, ഗോത്ര തലവന്മാർ ഇവരെല്ലാം അടങ്ങുന്ന ആ ഒരു ചർച്ചയിൽ ആ കുടുംബം എന്ത് നിലപാടെടുത്തു എന്നുള്ളതായിരുന്നു അറിയേണ്ടത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ, അതായത് ഈ ഒരു തീരുമാനത്തിലേക്ക്, വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതിൽ എന്തെങ്കിലും അവരുടെ ഒരു തീരുമാനം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയുമോ? ഈ ചർച്ചകൾ ഇന്ന് രാവിലെയും നടക്കുകയായിരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ ഇവർ ഒരു നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കാൻ ഒരു നിലപാട് പറഞ്ഞിരുന്നില്ല. ഈ കുടുംബത്തിനൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഗോത്രങ്ങൾ കൂടി ഈ ഒരു സമന്വയിച്ച അഭിപ്രായത്തിൽ എത്തേണ്ടതുണ്ട്, ഒരേ അഭിപ്രായത്തിലേക്ക് എത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഒരു നിലപാട് പറയാതിരുന്നത്. ഇന്നും ആ ചർച്ച തുടരുന്നുണ്ടായിരുന്നു. കൃത്യമായി അവരെന്ത് നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തമായ അഭിപ്രായം വന്നിട്ടില്ല. പക്ഷേ സൂചനകൾ അനുസരിച്ച് ചർച്ചകൾ തുടർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇതിലുണ്ടാകുമെന്നുള്ളതാണ്. കാരണം നേരത്തെയും ഇതിൽ ഇടപെട്ട കക്ഷികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്ന കാര്യം, തലാലിന്റെ മരണം അല്ലെങ്കിൽ കൊലപാതകം അവരുടെ ഗോത്രങ്ങൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും ഏറെ വൈകാരികമായ, പ്രദേശത്ത് തന്നെ വൈകാരികമായ ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിച്ച ഒന്നാണ്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതിൽ, ഒരു ദയാധനം സ്വീകരിച്ച് അതിനെ തയ്യാറാകുന്നതിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളതായിരുന്നു അക്കാര്യത്തിൽ അറിയിച്ചിരുന്ന ഒരു കാര്യം. അപ്പോൾ അക്കാര്യത്തിൽ ഒരു അനുകൂലമായ സമീപനം അവർ എടുത്തോ അതോ തൽക്കാലത്തേക്ക് നാളെ നടപ്പാക്കുന്നത് അവിടെ നിർത്തിവെക്കട്ടെ, അതിനുശേഷം ചർച്ചകൾ തീരുമാനിച്ച് ധാരണയിലെത്തിയ ശേഷം മുന്നോട്ട് പോകാം എന്നുള്ളതാണോ നിലപാട് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തമാകേണ്ട കാര്യമാണത്. ചർച്ചയിൽ ഇടപെട്ട ആളുകൾക്ക് കൂടുതൽ അതിൽ വ്യക്തത നൽകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകനായ സാമുവൽ ജെറോം മാത്രമാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സ്ഥിരീകരണം കൂടുതൽ ഈ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് വരുന്നതോട് കൂടിയായിരിക്കും അക്കാര്യം ഉറപ്പാക്കാൻ കഴിയുക. ശാലിനി.